നമ്മൾ പലപ്പോഴും സമൂഹത്തിനൊത്ത് സ്വന്തമായ ഒരു ജീവിതമോ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധമോ തീരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് സമൂഹത്തിനൊത്ത് നീങ്ങുക, അവസരവാദികളും കൂടക്കൂടികളാവുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലാ തകൂനു ഇമ്മഅതൻ, നിങ്ങൾ കൂടക്കൂടികളാകരുത്. അവരുടെ സ്വഭാവം എന്താ? യഖൂലൂൻ ഇന്ന അഹ്സനൻ നാസു അഹ്സന്നാ, ജനങ്ങൾ നല്ലത് ചെയ്താൽ ഞങ്ങളും നല്ലത് ചെയ്യും. വ ഇന്ന അസാഉ അസഇനാ, അവർ തിന്മ ചെയ്താൽ ഞങ്ങളും തിന്മ ചെയ്യും. അങ്ങനെയാണ്. എന്താ ഇപ്പൊ ഞാൻ സ്ത്രീധനം വാങ്ങി നിങ്ങൾ ഇത്ര പറയാം, അയാൾ വാങ്ങിയിട്ടില്ലേ, ഇയാൾ വാങ്ങിയിട്ടില്ല, മൗലവി വാങ്ങിയിട്ടില്ലേ, നിങ്ങൾ പ്രസിഡന്റ് വാങ്ങിയിട്ടില്ലേ, ആചാര്യ വാങ്ങിയിട്ടില്ലേ, മൗല്യര് വാങ്ങിയിട്ടില്ലേ, പിന്നെ നിങ്ങൾ ഇന്നത്ര പറയാൻ? എല്ലാരും വാങ്ങിയപ്പോ ഞാനും വാങ്ങി. അതതിന്റെ ന്യായം. അതാണ് ജനങ്ങൾ ചെയ്ത തെറ്റിത ഞാനും തെറ്റി, ജനങ്ങൾ നല്ലത് ഞാനും നല്ലത്, ജനങ്ങൾക്ക് ഒപ്പിച്ച് നിൽക്കുക. അത് നിങ്ങൾ അങ്ങനത്തെ കൂടക്കൂടികളാകരുത്. നിങ്ങൾ വലാകിൻ വഖ്തിനു അൻഫുസകും അൻ തുഹ്സിനു ഇദാ അസാ അന്നാസ്, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൾക്ക് ദാർഢ്യം നൽകണം. ജനങ്ങൾ തിന്മ ചെയ്താലും നിങ്ങൾ ആ തിന്മയിൽ പങ്കാളിയാകാതെ വേറിട്ടു നിന്ന് നന്മയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓ ഇത്ര മുത്തക്കി, ഓ ഞങ്ങളൊന്ന് സ്വർഗത്തിൽ, ഇജ്ജ് മാത്രം സ്വർഗത്തിൽ പോണാട് എന്നൊക്കെ പരിഹസിക്കും. ഒന്നും മറുപടി പറയണ്ട, നമ്മളാ ചെയ്യേണ്ടത് ചെയ്യുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമൂഹത്തിൽ ലയിക്കാതെ സ്വന്തം ആദർശം കൊണ്ട് വേർതിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അത് നമുക്ക് സാധിക്കാത്തത് ഒഴുക്കിനനുസരിച്ച് നീന്തുന്നതുകൊണ്ടാണ്. അങ്ങനെ നീന്തിയിട്ടാണ് പല ആളുകളും തികച്ച ഭൗതികന്മാരായി മാറിയത്. ഇന്ന് പൊതുവെ അങ്ങനെയല്ല, ഭൗതികതയിലേക്കുള്ള ഒരു പോക്കാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം അതാണ്. ദീൻ ചർച്ചാ വിഷയമേ അല്ല. നമ്മളിപ്പോ വാപ്പയും മക്കളും കുട്ടികളും ഒക്കെ ഇരുന്ന് ചർച്ച എന്താണ്? നമ്മൾ കണ്ട നല്ല വീടിനെ പറ്റി, ആ എന്താല്ലേ വീട്, ആ ബാത്റൂമിലൊക്കെ കയറിയ പോരാൻ തോന്നുന്നു, അജ്ജാതി ബാത്റൂമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റില്ലേ, അവിടുത്തെ ടൈൽസിനെ പറ്റി, അവിടുത്തെ മാർബിളിനെ പറ്റി. അപ്പൊ വാപ്പ കണ്ടൊരു വീട് വേറെ, വാപ്പ ഇമ്മാണ്ട് വേറെ പറയും. നല്ല ചർച്ച അല്ലേ? ഒരു കല്യാണം കഴിഞ്ഞു വന്നാൽ ആ ചോറിനെ പറ്റി, എന്തല്ലേ ബിരിയാണി, ആ മീനൊക്കെ പൊരിച്ചിങ്ങനെ വെച്ചാണ്, എന്താ അങ്ങനെ അതിനെപ്പറ്റി ചർച്ച. ഡ്രസ്സിനെ പറ്റി ചർച്ച. അങ്ങനെ എല്ലാ ദുന്യവി കാര്യങ്ങളെ പറ്റിയും നമ്മൾ ചർച്ചയാവും. ദീൻ ചർച്ചാ വിഷയമേ ആകുന്നില്ല. നല്ലൊരു കാസറ്റ് ഇട്ടാല്, ദീനി കാസറ്റ് ഇട്ടാല്, പറഞ്ഞു ഞാനൊന്ന് അങ്ങാടി പോയിട്ട് വരട്ടെ, മൂപ്പരങ്ങറിന് ഉമ്മ അറിയാ അടുക്കളയിൽ കുറെ നേരായി കുട്ടികളെ, ഞാൻ പോട്ടെ. കാക്ക അങ്ങോട്ട് പോയി തുളസി വെച്ച പേനിറങ്ങി പോണെങ്കിൽ ഓരോരുത്തർ അങ്ങനെയാണ് പോയി. അവസാനം കാസറ്റ് വെച്ചോ മാത്രം ഉണ്ടാവും. നേരെ മറിച്ച് സീരിയലിന്റെ കാസറ്റ് ആണെങ്കിലോ ഉമ്മ വേഗം പുഴുങ്ങിട്ട് മോർച്ചറി കയറ്റിട്ട് ഉമ്മ പോഞ്ഞു വരും. ഇപ്പൊ പിന്നെ വീടി പോവില്ല, കാക്കാക്ക് പോകണ്ട, എല്ലാവർക്കും കൂടെ എല്ലാവരും ശരിയായി ചെന്നിട്ട് ആസ്വദിക്കണം അല്ലേ? ഈ രീതിയിലേക്ക് നമ്മൾ വന്നെന്തുകൊണ്ടാ? ദുന്യവി ചർച്ചകൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ദീൻ നമ്മുടെ ചർച്ചാ വിഷയമേ ആകുന്നില്ല. ഇവിടെ സ്ഥാനമാനങ്ങൾ നേടാൻ എന്ത് ചെയ്യണം, ഇവിടെ ആളുകളെ കയ്യടി വാങ്ങാൻ എന്ത് ചെയ്യണം, ഈ വക ശ്രദ്ധയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വയം സംസ്കരണം അവരുടെ ചിന്താവിഷയമേ ആവുകയില്ല. അതിന് കാരണം എന്താ? സമൂഹത്തിൽ ലയിക്കാൻ നമ്മുടെ ഈ ത്വരയാണ്. എല്ലാവരും അങ്ങനെയുള്ള ആൾ വളരെ ഫ്ലെക്സിബിൾ ആണ്. മൂപ്പർക്ക് ഒന്നിനൊരു വാശിയില്ല. പൂരത്തിന് വെച്ചാൽ പൂരത്തിനും പൈസ തരും, നോൽമ്പിന് വെച്ചാൽ നോൽമ്പിനും പൈസ തരും, എത്തിങ്ങാനൊക്കെ വെച്ചാൽ എത്തിങ്ങാനൊക്കെ കൊടുക്കും, ക്യാബറയ്ക്ക് വെച്ചാൽ ക്യാബറയ്ക്ക്. എന്തോ ഒരു നല്ല മനുഷ്യൻ, ഒന്നിനൊരു വാശിയില്ല മൂപ്പർക്ക്. ഓനെ പോലത്തെ കള്ളം വേറില്ല. അങ്ങനെ ആകാൻ പാടുന്ന ഒരു മുസ്ലിം താൻ സമ്പാദിച്ച ഹലാലായ പൈസ അള്ളാഹ് വിരോധിച്ചൊരു കാര്യത്തിനും കൊടുക്കൂല എന്നല്ലേ അവൻ പറയേണ്ടത് അല്ലേ? പൂരത്തിനും താലപ്പൊലിക്കും ശങ്കരൻകുട്ടി പിരിവിലെന്നാ ഇരിക്കും. ശങ്കരൻകുട്ടി എന്ന് ചായക്കെ കൊടുത്ത് എന്റെപ്പോ പോകുന്നൊക്കെ ചോദിച്ചിട്ട്, ശങ്കരൻകുട്ടിയെ പൂരം താലപ്പൊലിയൊക്കെ നിങ്ങൾ അമ്പലവിശ്വാസികൾ കഴിക്കണ്ടല്ലേ? ഞാൻ ഇപ്പൊ പള്ളിയിൽ ഞങ്ങളൊരു ദിക്റും സലാത്തും ഉണ്ടാക്കിയിട്ട് എന്നോട് പൈസ വയ്ക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞങ്ങളെ പള്ളിയിൽ നിസ്കാരം, അല്ലെങ്കിൽ ഞങ്ങളൊരു ഇബാദത്ത്, ഒരു നോമ്പ് ഉറപ്പിക്കല്, ഞാൻ എന്നോട് പൈസ വയ്ക്കണം, ശരിയുണ്ടോ അത്? നേരെ മറിച്ച് ഇപ്പൊ ഒരു പാവപ്പെട്ട ആൾക്ക് വീട് വെക്കാൻ ശങ്കരൻകുട്ടി വന്നോ, ഞാൻ തരുമല്ലോ. ഒരാളെ ഡോക്ടറെ അടുത്ത് എത്തിക്കണം, നമ്മൾ തരുമല്ലോ. ഒരു റോഡ് വെട്ടണം, വന്നോ. അപ്പൊ അതൊരു മനസ്സിലാകും, ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് പറയാൻ നമുക്ക് ചങ്കൂറ്റുണ്ടാവില്ല. നമ്മൾ വേഗം എടുത്തു കൊടുക്കാണ്. ശങ്കരൻകുട്ടിന്റെ മോറാണ്, വജുഹുള്ള നമുക്കില്ല, അള്ളാന്റെ വജി. ഓന്റെ ശങ്കരൻകുട്ടിയുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കുന്നു, അള്ളാന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കുന്നതിനെ പറ്റി ഒരു ബേജാറുമില്ല. നാളെ പരലോകത്തിൽ ചെല്ലുമ്പോ റബ്ബിന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കുന്നു കണ്ടോ? ഈ രീതിയിൽ നമ്മൾ ആയി പോകുന്നത് ഇതുകൊണ്ടാണ്.